ശ്രീ വത്സൻ തില്ലങ്കേരി, ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ, അതിപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും തരാതരം പോലെ ദേവസ്വം ബോർഡിൽ നിന്ന് എന്തെല്ലാം, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റാൻ പറ്റുമോ അതിൽ തരാതരം പോലെ അതാത് സമയത്ത് അത്തരത്തിൽ കൈയിട്ട് വാരിയതിൻ്റെയൊക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ യുവതീ പ്രവേശന സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട പിന്നീടാണല്ലോ ഈ ക്രമക്കേടുകളൊക്കെ വൻതോതിൽ അവിടെ നടക്കുന്നൊരു സാഹചര്യം ഒരുങ്ങുന്നത്. അവിടെ നിന്ന് ഈ ഹൈന്ദവ സംഘടനകളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ഉത്തരവിറങ്ങുകയുണ്ടായല്ലോ. ഈ അന്നദാനത്തിൽ നിന്നൊക്കെ സംഘടനകൾ, സേവാഭാരതി പോലുള്ള സംവിധാനങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഏതെങ്കിലും വിധത്തിൽ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ സംഘടനകളെയും അവിടെ നിന്ന് മാറ്റുക എന്ന തന്ത്രമാണ് ആദ്യം പരീക്ഷിച്ചത്. അതിൽ അവർ വലിയ വിജയം നേടുകയും ചെയ്തു. മാത്രവുമല്ല, നേരത്തെ പമ്പയിലേക്ക് നേരിട്ട് വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലയ്ക്കലിൽ ഇറങ്ങി അവിടെ നിന്ന് KSRTC ബസ്സിൽ പമ്പയിലെത്തേണ്ട ഒരു സ്ഥിതി. അത്തരത്തിൽ ഈ ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ സന്നിധാനത്തേക്ക് എത്താതിരിക്കാനുള്ള വലിയ നീക്കം, വലിയ ഗൂഢാലോചനയൊക്കെ ആ സമയത്ത് ഉണ്ടായതാണ്. പിന്നീടാണ് ഈ 2019 ഇത്ര വലിയൊരു കൊള്ള അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ട ഒരു കളമൊരുക്കൽ കൂടിയാണോ ഈ യുവതി പ്രവേശന സമയത്ത് ഉണ്ടായത് എന്നതുകൂടി ഇപ്പോൾ ചിന്തിക്കേണ്ടതല്ലേ? ഇതിലിപ്പോൾ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ റജി ലൂക്കോസ് സാറ് അതിൽ നിന്നും മെല്ലെ പിലാത്തോസിനെ പോലെ കൈകഴുകിയിട്ട് ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായി. ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ദേവസ്വം ബോർഡിനെ ആരാ തിരഞ്ഞെടുക്കുന്നത്? കേരള നിയമസഭയെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ മകരസംക്രമ ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവസ്വം മന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. ദേവസ്വം മന്ത്രി വിളിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഈ പ്രാവശ്യത്തെ ശബരിമല തീർത്ഥാടനം വളരെ സുഗമമായി നടന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സജീവമായ മേൽനോട്ടം ഇതിനുണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ 4-5 തവണ ശബരിമലയിൽ പോയി അതിന് നേരിട്ട് നേതൃത്വം വഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുക്തകണ്ഠം പ്രശംസിച്ചു. എന്താ സുഗമമായി നടക്കാൻ കാരണം എന്നറിയോ? തീർത്ഥാടകർ ആഗ്രഹിക്കുന്ന ആളുകൾ മുദ്ര ധരിച്ച് ശബരിമലയിൽ പോകാനുള്ള ഒരു ഭക്തൻ്റെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് വെർച്വൽ ക്യൂ ഏർപ്പെടുത്തി. ആ വെർച്വൽ ക്യൂവിൽ അപേക്ഷിച്ച ആളുകൾക്ക് സ്പോട്ട് കിട്ടുന്നില്ല. പിന്നെ സ്പോട്ട് ആയിട്ട് ക്യൂവിൽ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. നിലക്കലുണ്ടായിരുന്നു, പമ്പയിലുണ്ടായിരുന്നു, അതുപോലെ എരുമേലിയിലുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അത് മുഴുവൻ നിർത്തിവെച്ചു. എന്നിട്ട് ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് വരുന്നതിനെ തടഞ്ഞു. അതായത് വിശ്വാസിയുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു. മുദ്ര ധരിച്ച് ശബരിമലയിൽ പോകാനുള്ള ഒരു ഭക്തൻ്റെ അവകാശം നിഷേധിച്ചു. ആളുകൾ ഇത് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ സ്ലോട്ട് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആളുകൾ പോകുന്നത്? അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് എന്നിട്ട് സുഗമമായി ശബരിമലയിൽ ഞങ്ങളിത് ഗംഭീരമായി നടത്തി. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രിയൊക്കെ ചേർന്നിട്ടാണ് ശബരിമലയിൽ സുഗമമായി കാര്യങ്ങൾ നടത്തിയത് എന്ന് പറയുന്നു. ആ മുഖ്യമന്ത്രിക്കും ഈ ദേവസ്വം മന്ത്രിക്കും ഈ കൊള്ളയിൽ ഉത്തരവാദിത്വമില്ല. ബാക്കി എല്ലാത്തിൻ്റെയും കാര്യം എട്ടുകാലം മുമ്പിനെ പോലെ ഏറ്റെടുക്കുമ്പോൾ ഈ നടക്കുന്ന കള്ളത്തരവും ക്രമക്കേടും ഒക്കെ വേറെ ആളുടെ തലയിലിടുകയും ഇതൊക്കെ നല്ലതെന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ മേന്മയാണെന്ന് മേനി പറയുകയും ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ധാർമ്മികമായ മര്യാദ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം കൂടി പറയാണ്, നമ്മുടെ ഈ സംസ്ഥാനത്ത് 5 ദേവസ്വം ബോർഡുകളുണ്ട്. ആ 5 ദേവസ്വം ബോർഡുകളും ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുണ്ടായി, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ആളുകൾ പോലും ഈ ദേവസ്വം ബോർഡിലെ അംഗത്വമോ അല്ലെങ്കിൽ ചെയർമാനായിട്ടോ ഒന്നും വരാൻ പാടില്ലെന്ന്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന അനന്തഭവൻ, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെയുള്ള പത്മവാർസ്. ഇവിടെ വന്ന ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പാർട്ടി നേതാക്കന്മാരാണ്, CPM നേതാക്കന്മാരാണ്. എല്ലാ ദേവസ്വം ബോർഡിലെയും ഭാരവാഹികളെല്ലാവരും, മെമ്പർമാരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാവരും ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ എല്ലാ ദേവസ്വം ബോർഡുകളും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന എല്ലായിടും ഇതാണ് സ്ഥിതി. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കും, ഇപ്പോൾ ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തൃച്ചംബരത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 6 മാസം മുമ്പ് അവിടുത്തെ ഭക്തന്മാരുടെ കാണിക്കയെണ്ണുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, ആ ഉദ്യോഗസ്ഥൻ പണം തട്ടിപ്പ് നടത്തുന്നത് CCTV ക്യാമറയിൽ കണ്ടു. അങ്ങനെ അയാൾ എന്താ ചെയ്തെന്നറിയാം? അയാൾ CITയുടെ യൂണിയൻ്റെ താലൂക്ക് പ്രസിഡൻ്റാണ്.
അദ്ദേഹത്തെ തൃച്ചംബര ക്ഷേത്രത്തിൽ നിന്ന് ആ ദേവസ്വം ബോർഡിൻ്റെ ഗ്രൂപ്പിലുള്ള വേറൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റി. തീർന്നു കാര്യം. പകരം ഒരാൾ വന്നു, സെക്രട്ടറിയാണ് വന്നത്. അതായത് പ്രസിഡന്റ് കട്ടപ്പോൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റി. സെക്രട്ടറി വന്നപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ അയാൾ കക്കുന്നത് CCTV പിടിച്ചു. CCTV പിടിച്ചിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൂടാ, ഗവൺമെൻറ് നന്നായി പരിഗണിച്ചു. ഇത് കണ്ടുപിടിച്ച ഓഫീസറെ സ്ഥലം മാറ്റി. എങ്ങനെയുണ്ട് ഗവൺമെൻറ് നിലപാട്? ഈ കള്ളന്മാരോടുള്ള സമീപനം എങ്ങനെയുണ്ട്? ആരാണോ കുറ്റം കണ്ടുപിടിച്ച ആളെ ആ സ്ഥലം മാറ്റുന്നത്. കാരണം എന്താണ്? പാർട്ടി നേതാക്കന്മാരെ, യൂണിയൻ നേതാക്കന്മാരെ തന്നെയാണ് കക്കുന്നത്. എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ശ്രീ റജി ലൂക്കോസ് സാർ കുറച്ചും കൂടി ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അങ്ങ് കുറേ കൂടി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണുന്ന ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും ഒരു പാർട്ടി കൂറ് മാത്രം വെച്ച് പറയാതെ ഈ നടക്കുന്ന അസാൻമാർഗികമായ അതിക്രമങ്ങൾ, വിശ്വാസത്തെയല്ലേ ഇങ്ങനെ കൊലവിളിക്കുന്നത്? എത്ര പാവപ്പെട്ട ആളുകളാണ് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നത്, ശപിക്കുന്നത് എന്ന് നമ്മൾ കാണണ്ടേ? ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ഈ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ഈ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്, തെറ്റ് ചെയ്യുന്ന ആളുകൾ സംരക്ഷിക്കുകയാണ്. പുറമേ നമ്മൾ പറയും ഒരു തരി പൊന്നു പോലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ പറയും. ഇതിൻ്റെ ചൂടങ്ങ് ആറുമ്പോൾ ഇവരെല്ലാം സംരക്ഷിക്കാൻ ആരാ വരുന്നത്? ഇതേ ആളുകൾ തന്നെ വരുന്നത്, ഇതേ പാർട്ടി തന്നെ വരുന്നത്. അതിന് യൂണിയനുണ്ട്, സംരക്ഷിക്കാൻ ആളുകളുണ്ട്. ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാനിപ്പോൾ സൂചിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒരാളുടെ സർവേ നമ്പറുള്ള സ്ഥലം, ആ സ്ഥലം അവർ കൈവശം വെക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം അവരുടെ കയ്യിലുണ്ടെങ്കിൽ, അവരുടെ രേഖയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ നികുതി അടച്ച് അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം വരികയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വളരെ കോടിക്കണക്കിന് ആളുകൾക്ക് ഗുണപ്രദമാകുന്ന വലിയൊരു നല്ല ഒരു ബില്ലാണ് ഇവിടെ പാസ്സാക്കിയതെന്നൊക്കെ ഇവിടെ പറയുണ്ടായി. അത് ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ 1951-ലും 1957-ലും ഒക്കെ, 1957 EMS സർക്കാർ വന്നതിന് ശേഷമൊക്കെ സർക്കാരിൻ്റെ ഭൂമി ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ നഷ്ടപ്പെടുന്ന ഭൂമി മറ്റാരെങ്കിലും കയ്യേറി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാനുള്ള വ്യക്തമായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഇവിടുത്തെ ക്ഷേത്ര ഭൂമിക്കും കൂടി ബാധകമാക്കിക്കൊണ്ട് 1951-ലും 1957-ലൂടെ നിയമം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുതുക്കിയതനുസരിച്ച് സർക്കാരിൻ്റെ ഭൂമിക്കുള്ള അതേ പരിഗണന ദേവസ്വം ഭൂമിക്കുമുണ്ട്, ക്ഷേത്ര ഭൂമിക്കുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പാസ്സാക്കിയ ഈ ബില്ലിൽ, പാസ്സാക്കിയ നിയമത്തിൽ സർക്കാരിൻ്റെ ഭൂമി ഇതുപോലെ ആണെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ക്ഷേത്ര ഭൂമിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. 10,000-കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇതുപോലെ കയ്യേറിയിരിക്കുന്നത്. കയ്യേറിയത് കൂടാതെ, അവർ നികുതി വെക്കുന്നത് കൂടാതെ കൈവശപ്പെടുത്തിയത് അതിൽ കൂടുതലുണ്ടെങ്കിൽ ക്ഷേത്രഭൂമിയാണ് കൂടുതലും. അങ്ങനെ ക്ഷേത്രഭൂമി അവർക്ക് വീണ്ടും അത് പതിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉദാഹരണത്തെ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, അവിടെ മാടായിപ്പുറ ക്ഷേത്രത്തിൻ്റെ ഭൂമിയുണ്ട്. 300 ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. അതിൽ 350 ഏക്കർ ഭൂമി കൊടുത്തത് വേറെയുണ്ട്. ഈ 300 ഏക്കറിലധികം കയ്യേറിയതാണ്. ആ കയ്യേറിയ ഭൂമിക്കുൾപ്പെടെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം? അവിടെ മുഴുവനും പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കൈവശക്കാർക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേസ് നടത്തുന്നവരാണ്, ദേവസ്വമല്ല കേസ് നടത്തുന്നത്, ഭക്തന്മാരാണ്. അവിടെ ചന്ദ്രാംഗതം എന്നൊക്കെ പറഞ്ഞ ഒരു പൊതുപ്രവർത്തനം. മലബാർ ദേവസ്വത്തിൽ മാത്രം 25,000-ലധികം ഏക്കർ ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ആ അന്യാധീനപ്പെട്ടത് കേസ് കൊടുത്തുന്നത് ദേവസ്വമല്ല, ഭക്തന്മാർ കൊടുത്ത കേസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഹാജരാകുന്നില്ല. ഹാജരായിട്ട് അവർ പറഞ്ഞാൽ ഇത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നില്ല. അവിടെ കളക്ടറേറ്റിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ കാശ് വാങ്ങിയിട്ട്, ആളുകളുടെ അടുക്കുന്ന കാശ് വാങ്ങിയിട്ട് പട്ടയം വാരിക്കോരി കൊടുത്തു. അവസാനം ഹിന്ദു ഐക്യവേദി വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തൊക്കെ നടക്കുന്ന ക്ഷേത്രഭൂമിയൊക്കെ ഇങ്ങനെ പട്ടയം കൊടുക്കുകയാണ്, കയ്യേറിയ ഭൂമിക്കൊക്കെ പട്ടയം കൊടുക്കുകയാണ്. ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്, കയ്യും കെട്ടി നിൽക്കുകയാണ്. ഭക്തജനങ്ങളുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷേത്രവും വിഗ്രഹവും അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതും കൂടി കട്ടുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലാണെന്ന് ഞാൻ മാത്രം പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയും, ഇപ്പുറത്ത് പറയുമ്പം വിജയകുമാറിൻ്റെ പറയും, അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ കാര്യം പറയും. രണ്ടു കൂട്ടരും കണക്കാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ ന്യായീകരിച്ചോ പിന്തുണച്ചോ പറയുന്നില്ല. ഈ രാഷ്ട്രീയക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള അത് അവസാനിപ്പിക്കാൻ ഇത് ദേവസ്വം ബോർഡ്, മറ്റു മതസ്ഥരെല്ലാം അവരവരുടെ ആരാധനാലയങ്ങൾ അതാത് വിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നതുപോലെ ഹിന്ദു വിശ്വാസികൾ അവർക്ക്
ഈ ക്ഷേത്രഭൂമിയും ക്ഷേത്ര സ്വത്തും ഭക്തിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സാധിക്കും. ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ നിരവധി റിപ്പോർട്ടുകൾ ഇതിനെ കുറ്റി പറഞ്ഞതുകൊണ്ട് അതിനുള്ള അവസരം ഭക്തന്മാർക്ക് കൊടുക്കണം. രാഷ്ട്രീയക്കാർ ക്ഷേത്രം ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്.